പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ശ്രീധരൻ വ്യക്തമാക്കി. മത്സര രംഗത്തേക്ക് ഇനിയില്ലെന്നും ശ്രീധരൻ പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP വീണ്ടും ശ്രമിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിനിടെയാണ് ശ്രീധരൻ നിലപാട് പരസ്യമാക്കുന്നത്. ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇ ശ്രീധരൻ 2021 തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയത്. BJPക്ക് വേണ്ടി പാലക്കാട് ഇത്രയും വേരുള്ള മത്സരം കാഴ്ചവെച്ച വേറൊരു നേതാവുമില്ല. BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇ ശ്രീധരൻ. പ്രമുഖരെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് ഇ ശ്രീധരനെ BJP നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത്. അത് പാളുകയും ചെയ്തു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ നേട്ടമുണ്ടാകാമെന്നാണ് BJP പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ 54,079 വോട്ട് നേടിയപ്പോൾ ഇ ശ്രീധരന് 50,220 വോട്ട് ലഭിച്ചു. LDF 3ാം സ്ഥാനത്തായി. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പാലക്കാട് മികച്ച ഭൂരിപക്ഷമുണ്ടായിരുന്നു. 17,483 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ഷാഫി പറമ്പിലിന് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 2ാമതെത്തി. LDF സ്ഥാനാർത്ഥി NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്തായി. ഇ ശ്രീധരൻ മത്സരിച്ചതോടെ BJP വോട്ട് വിഹിതം കൂടി. ശ്രീധരൻ മത്സരത്തിനില്ലെന്ന് പറയുമ്പോൾ BJPക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായവും BJPയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വൻ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കരുത്തരെ രംഗത്തിറക്കാൻ ഒരുക്കുകയാണ് BJP. ചേലക്കര, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ വൻ വോട്ട് വർധന നേടിയ ശോഭാ സുരേന്ദ്രൻ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ പേരുകൾ ഇത്തവണയും പരിഗണിക്കുന്നു. കൃഷ്ണകുമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,707 വോട്ടിന് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തായി. 2011 പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 19.56% വോട്ടുകളായിരുന്നു BJPക്ക്. 2016 ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം 29.8% ഉയർത്തി. CPM നേതാവ് NN കൃഷ്ണദാസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് BJP എത്തി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും പാലക്കാട് ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും എത്തിയിരുന്നു.